നമസ്കാരം, ട്രസ്റ്റ് ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും പുതിയ സർവേ പ്രകാരം ഏകദേശം 2.68 കോടി ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. മെന്റൽ ഇൽനസ്, ബ്ലൈൻഡ്നസ്, പാർക്കിൻസൺസ് തുടങ്ങിയ ലിസ്റ്റഡ് ആയിട്ടുള്ള 21ഓളം അസുഖങ്ങൾ ബാധിച്ചിട്ടുള്ള വ്യക്തികൾക്ക് വളരെ ആശ്വാസകരമാവുന്ന 2 പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രസ്റ്റ് ടോക്സ്. മൈ നെയിം ഈസ് സനോജ് ലാൽ, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്. ഈ വീഡിയോയിൽ ഈ പ്ലാൻ എന്തിനാണ്, ഈ പ്ലാന്റെ പ്രത്യേകതകൾ എന്തൊക്കെ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള എല്ലാ വാർത്തകളും വളരെ ആധികാരികമായി പഠിച്ചും റിസർച്ചും ചെയ്തതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. ബി ഹെൽത്തി ആൻഡ് വെൽത്തി. 40% താഴെ വൈകല്യമുള്ള ഭിന്നശേഷിക്കാർക്ക് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. ഈ പോരായ്മ മനസ്സിലാക്കി IRDA 2024 പുറത്തിറക്കിയ മാസ്റ്റർ സർക്കുലർ ഓൺ പ്രൊട്ടക്ഷൻ ഓഫ് പോളിസി ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് സർക്കുലറിൽ 40% അതിന് മുകളിലോ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാർക്ക് ഉപകാരപ്രദമാകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ അവതരിപ്പിക്കാൻ എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളോടും നിർദ്ദേശം നൽകിയിരുന്നു. ഈ സർക്കുലർ അനുസരിച്ച ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഈയിടെ പുറത്തിറക്കിയ 2 പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളാണ്. ഇതിൽ ഒന്ന് ന്യൂ ഇന്ത്യ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ആത്മനിർഭർ എന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനും SBI ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ദിവ്യാംഗ സുരക്ഷ എന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനും. ഈ 2 പ്ലാനുകളിലും ജോയിൻ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ബെനിഫിറ്റ് ആൻഡ് ഫീച്ചേഴ്സ്, പ്രൈസിംഗ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. IRDA സർക്കുലർ അനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള പ്ലാനുകൾ ആയതിനാൽ ഈ 2 കമ്പനിയുടെ പ്ലാനുകളുടെ ബെനിഫിറ്റ് ആൻഡ് ഫീച്ചേഴ്സും ടേംസ് ആൻഡ് കണ്ടീഷൻസും എലിജിബിലിറ്റി ക്രൈറ്റീരിയയും എല്ലാം സെയിം തന്നെയാണ്, എക്സെപ്റ്റിംഗ് പ്രീമിയം. പ്രീമിയത്തിലുള്ള ഡിഫറൻസ് നമ്മൾ ഈ വീഡിയോന്റെ അവസാന ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈ പ്ലാനുകളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്ന് മനസ്സിലാക്കാം. ദിസ് പ്ലാൻ ഈസ് അവൈലബിൾ ഫോർ ഇൻഡിവിജ്വൽ ഏജ്ഡ് ബിറ്റ്വീൻ 18 to 65 ഇയേഴ്സ് ആൻഡ് ചിൽഡ്രൻസ് ഫ്രം ന്യൂ ബോൺ ടു 17 ഇയേഴ്സ്. 18 വയസ്സ് തൊട്ട് 65 വയസ്സ് വരെയുള്ള അഡൽട്സിനും ന്യൂ ബോൺ ടു 17 ഇയേഴ്സ് വരെയുള്ള ചിൽഡ്രനുമാണ് ഈ പ്ലാനിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, this plan specifically designed for person with disabilities, mental illness and HIV and AIDS. ഡിസബിലിറ്റീസ് ബാധിച്ചിട്ടുള്ള ആളുകൾക്കും മെൻ്റൽ ഇൽനെസ് സഫർ ചെയ്യുന്ന ആളുകൾക്കും HIV ആൻഡ് AIDS വന്നിട്ടുള്ള ആളുകൾക്കുമാണ് സ്പെസിഫിക്കലി ഈ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പോയിന്റ്, റിക്വയർസ് 40% ഓർ മോർ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അണ്ടർ ദ ഡിസബിലിറ്റി ആക്ട് 2016. ഡിസബിലിറ്റി ആക്ട് 2016 പ്രകാരം കോമ്പിറ്റന്റ് അതോറിറ്റി സർട്ടിഫൈ ചെയ്യുന്ന 40% അതിന് മുകളിലോ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഈ പ്ലാനിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, പേഴ്സൺ വിത്ത് HIV/AIDS മസ്റ്റ് പ്രൊവൈഡ് എ റീസെൻറ്റ് CD4 കൗണ്ട് സർട്ടിഫിക്കറ്റ്. HIV/AIDS ബാധിതരായ ആളുകൾക്ക് റീസെൻ്റായി നടത്തിയ CD4 കൗണ്ട് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് അനിവാര്യമാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ 21 തരം വൈകല്യങ്ങളുള്ള ഭിന്നശേഷിക്കാർക്കാണ് ഈ പ്ലാനിൻ്റെ ഭാഗമാകാനായിട്ട് സാധിക്കുന്നത്. ഇത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ബ്ലൈൻഡ്നസ്, ലോ വിഷൻ, ലെപ്രസി ക്യൂർഡ് പേഴ്സൺ, ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, ലോക്കോമോട്ടർ ഡിസബിലിറ്റി, ഡ്രോഫിസം, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, മെൻ്റൽ ഇൽനെസ്, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, cerebral palsy, Parkinson disease, muscular dystrophy, chronic neurological conditions, specific learning disabilities, multiple sclerosis, speech and language disability, thalassemia, hemophilia, sickle cell disease, multiple disabilities including deaf and blindness, acid attack victim തുടങ്ങിയ ലിസ്റ്റഡ് ആയിട്ടുള്ള 21 ഡിസബിലിറ്റീസ് ആണ് ഈ പ്ലാനിൽ കവർ ചെയ്യുന്നത്. അടുത്തതായി ഈ പ്ലാനുകളുടെ 2 പ്ലാനുകളുടെയും കവറേജ് ആൻഡ് ബെനിഫിറ്റ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് പോയിന്റ്, ദിസ് പ്ലാൻ കവേഴ്സ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ഇൻക്ലൂഡിംഗ് റൂം റെന്റ്, ICU, സർജറി ആൻഡ് മെഡിക്കൽ പ്രൊസീജിയേഴ്സ്. 24 മണിക്കൂർ ഹോസ്പിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന എല്ലാ ഹോസ്പിറ്റൽ എക്സ്പെൻസുകളും ഇൻക്ലൂഡിംഗ് റൂം റെന്റ്, ICU, മെഡിക്കൽ പ്രൊസീജിയർ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ഈ പ്ലാനിൽ കവർ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, ആയുഷ് ട്രീറ്റ്മെൻറ്റ്, ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എക്സ്പെൻസുകൾ അപ് ടു 100% ഓഫ് സം ഇൻഷുർഡ് വരെ ഈ പ്ലാനിൽ കവർ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, മോഡേൺ ട്രീറ്റ്മെൻറ്റ് ലൈക്ക് റോബോട്ടിക് സർജറി, കീമോതെറാപ്പി,
stem cell therapy are covered up to 50% of the sum insured. Next point, emergency ambulance charges are reimbursement up to 2,000 per hospitalization. Pre-hospitalization expenses are covered 30 days before hospitalization. Post-hospitalization expenses are covered 60 days after discharge. അടുത്തതായി ഈ പ്ലാനിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് പോയിന്റ് ഇൻഡിവിജ്വൽ ആണ്. ഈ പ്ലാനിൽ ഇൻഡിവിജ്വൽ മാത്രമായിട്ടാണ് കസ്റ്റമറിനെ എൻറോൾ ചെയ്യാൻ സാധിക്കുന്നത്. ഫ്ലോട്ടർ ഓപ്ഷൻ അവൈലബിൾ അല്ല. നെക്സ്റ്റ് പോയിന്റ് സം ഇൻഷ്യൂർഡ് ഓപ്ഷൻ ആണ്. 2 സം ഇൻഷ്യൂർഡ് ഓപ്ഷൻ ആണ് ഈ പ്ലാനിൽ ലഭിക്കുന്നത്. 1 is 4 lakh, സെക്കൻഡ് is 5 lakhs. നെക്സ്റ്റ് പോയിന്റ് കോ പേയ്മെൻറ്റ് ഓപ്ഷൻ ആണ്. ഈ പ്ലാനിൻ്റെ ഇൻബിൽട്ട് ആയിട്ട് തന്നെ 20% കോ പേയ്മെൻറ്റ് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് കസ്റ്റമറിന് വരുന്ന ബില്ലിൽ 20% കസ്റ്റമർ സ്വയമേ അടയ്ക്കണമെന്നാണ് കോ പേയ്മെൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈവൻ ദാറ്റ് കോ പേയ്മെൻറ്റ് ക്യാൻ ബി വേവ്ഡ് ബൈ പേയിങ് 30% എക്സ്ട്രാ പ്രീമിയം. 30% എക്സ്ട്രാ പ്രീമിയം കൊടുത്ത് നമുക്ക് ആ കോ പേയ്മെൻറ്റ് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് പ്രീമിയം വേരീസ് ബൈ ഏജ് ആൻഡ് ഡിസബിലിറ്റി കാറ്റഗറി. ഏജ് മാറുന്നതിനനുസരിച്ചും ഡിസബിലിറ്റിയുടെ കാറ്റഗറി അനുസരിച്ചും, അതായത് ലിസ്റ്റഡ് ആയിട്ടുള്ള 21 അസുഖങ്ങളെ 3 കാറ്റഗറൈസേഷനായിട്ട് ഈ പ്ലാനിൽ തരം തിരിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടും ഏജ് അനുസരിച്ചിട്ടും കസ്റ്റമറിൻ്റെ പ്രീമിയം വേരി ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് പ്രീമിയം അടയ്ക്കാനായിട്ട്. ദാറ്റ് ഈസ് മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി ഓപ്ഷൻ എന്നിങ്ങനെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് പോയിന്റ് പോളിസി റിന്യൂവൽ അലൗഡ് ഫോർ ദ ലൈഫ് ടൈം വിത്തൗട്ട് ആൻ അപ്പർ ഏജ് ലിമിറ്റ്. വൺസ് പോളിസിയിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറിന് ലൈഫ് ലോങ് റിന്യൂവൽ ഈ പ്ലാൻ ഓഫർ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ദർ ഇസ് നോ അപ്പർ ഏജ് ഫോർ കണ്ടിന്യൂയിങ് ദ പോളിസി. അടുത്തതായി ഈ 2 പ്ലാനുകളുടെയും പ്രീമിയമാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊന്ന് നമുക്ക് മനസ്സിലാക്കാം. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ലിസ്റ്റഡ് ആയിട്ടുള്ള 21 ഡിസബിലിറ്റീസ് കണ്ടീഷനെ 3 കാറ്റഗറൈസ്ഡ് ആയിട്ട് ഈ പ്ലാനിൽ തരം തിരിച്ചിട്ടുണ്ട്. കാറ്റഗറി 1 ഇൻക്ലൂഡ്സ് ബ്ലൈൻഡ്നെസ്, ലെപ്രസി, ക്യൂർഡ് പേഴ്സൺ തുടങ്ങിയവ. കാറ്റഗറി 2 ലോ വിഷൻ, സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റീസ് തുടങ്ങിയവ. കാറ്റഗറി 3 മസ്കുലർ ഡിസ്ട്രോഫി, ക്രോണിക് ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് തുടങ്ങിയവ. ഇത് നമുക്കൊരു റിയൽ എക്സാമ്പിളിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഏജ് കാറ്റഗറി 30 വയസ്സുള്ള ഒരു വ്യക്തി. ബ്ലൈൻഡ്നെസ് ആണെങ്കിൽ ദാറ്റ് കംസ് അണ്ടർ കാറ്റഗറി 1. കവറേജ് ചൂസ് ചെയ്യുന്നത് ഒരു 5 lakhs ആണെങ്കിൽ ന്യൂ ഇന്ത്യ അഷുറൻസിൻ്റെ ആത്മനിർഭർ പ്ലാനിൽ വരുന്നത് ദ പ്രീമിയം ഈസ് കമ്മിങ് 11,068 rupees ഫോർ അൻ ഇയർ. വേറസ് SBIയുടെ ദിവ്യാംഗ സുരക്ഷാ പ്ലാൻ ആണെങ്കിൽ ദ പ്രീമിയം ഈസ് കമ്മിങ് 51,895 rupees ഫോർ അൻ ഇയർ. നെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈവൻ നമുക്ക് ഈ ബേസ് പ്ലാനിൽ 20% കോ പേയ്മെൻറ്റ് ഇൻബിൽട്ട് ആണ്. ആ കോ പേയ്മെൻറ്റ് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് വി നീഡ് ടു പേ 30% അഡീഷണൽ പ്രീമിയം. സോ കോ പേയ്മെൻറ്റ് ഒഴിവാക്കിയിട്ടുള്ള പ്രീമിയമാണ് ആത്മനിർഭർ പ്ലാൻ ആണെങ്കിൽ ദാറ്റ് ഈസ് 14,388 rupees. ഇൻ SBI പ്ലാനിൽ ദാറ്റ് ഈസ് 67,464 rupees. അടുത്തതായി ഈ പ്ലാനിൻ്റെ എക്സ്ക്ലൂഷൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് വെയിറ്റിംഗ് പീരീഡ്സ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് പോയിന്റ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസബിലിറ്റീസ് കണ്ടീഷനാണ്. ദർ ഇസ് എ വെയിറ്റിംഗ് പീരീഡ് ഓഫ് 24 months. ഡിസബിലിറ്റീസ് അല്ലാത്ത പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ഇറ്റ് ഹാസ് എ വെയിറ്റിംഗ് പീരീഡ് ഓഫ് 48 months. നെക്സ്റ്റ് പോയിന്റ് സ്പെസിഫൈഡ് ഇൽനസ് വെയിറ്റിംഗ് പീരീഡ് ദാറ്റ് ഈസ് 24 months വെയിറ്റിംഗ് പീരീഡ് ആണ് ഈ പ്ലാനിലുള്ളത്. Next point, there is no coverage for infertility treatment, obesity surgery, cosmetic surgery, gender change procedures and hazardous sports, etc. And the last point, antiretroviral therapy, ART for HIV/AIDS is excluded under this plan. ഇന്ന് സമൂഹത്തിൽ ആരോഗ്യപരമായ കഷ്ടതകൾ അനുഭവിക്കുന്ന വൈകല്യങ്ങൾ ബാധിച്ച ഭിന്നശേഷിക്കാർക്ക് വളരെ ആശ്വാസകരമായ 2 ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഈ പ്ലാൻ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ, ഇൻഷുറൻസ് ഈസ് എ സബ്ജക്ട് മാറ്റർ ഓഫ് സോളിസിറ്റേഷൻ. ഏതൊരു ഇൻഷുറൻസ് പ്ലാനും പ്രോഡക്റ്റും തിരഞ്ഞെടുക്കുന്നതിന് മുമ്പും ആ പ്രോഡക്റ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഐ ആം സൈനിങ് ഓഫ്, സനോജ് ലാൽ.